ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. കുണ്ടലിനിപ്പാട്ട് മന്ത്രം 11. കാമനെ ചുട്ട കണ്ണുള്ള കാലാരിതൻ നാമം നുകർന്നു നിന്നാടു പാമ്പേ. കാമനെ ചുട്ട കണ്ണുള്ള കാലാരിതൻ നാമം നുകർന്നു നിന്നാടു പാമ്പേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ഏവർക്കും വിനീതമായ നമസ്കാരം. കുണ്ടലിനി പാട്ട് മന്ത്രം 11 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. കാമനെ എരിച്ചു ചാമ്പലാക്കിയ നെറ്റിക്കണ്ണുള്ള കാലാകാലനായ ശിവന്റെ നാമം സ്മരിച്ചുകൊണ്ട് അല്ലയോ കുണ്ടലിനി നൃത്തം വെച്ച് മുന്നോട്ടു നീങ്ങൂ. അഥവാ അവിദ്യകാര്യമായ കാമത്തെ പാടെ ഉപശമിപ്പിക്കുന്ന ജ്ഞാനാനുഭവത്തോടു കൂടിയ ജനന മരണാതീതമായ പരബ്രഹ്മത്തിന്റെ അദ്വൈതാമൃതം നുകർന്നനുഭവിച്ചുകൊണ്ട് അല്ലയോ കുണ്ടലിനി പ്രസരിക്കൂ. ഒരു യോഗിക്ക് കുണ്ടലിനി പ്രസരം ഭൂമധ്യയിലെത്തുന്നതോടെ ശിവശക്തി ഐക്യരൂപത്തിലുള്ള ജ്ഞാനദൃഷ്ടി ആവിർഭവിക്കുന്നു. കണ്ണിൽ നിന്നും പുറപ്പെടുന്ന വൈരാഗ്യത്തിന്റെ തീജ്വാലയാണ് സകല കാമങ്ങളെയും ചുട്ടു ചാമ്പലാക്കുന്നത്. ജ്ഞാനദൃഷ്ടി നേടി എല്ലാ ലൗകിക കാമങ്ങളിൽ നിന്നും നിവർത്തനായി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ സ്വാനുഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ 11ാമത്തെ ഈരടിയിൽ കൂടി ശിവസ്വരൂപ സ്ഥിതിക്ക് മാത്രമേ കാമനെ ചുടാനുള്ള കണ്ണുണ്ടാവൂ. അതുകൊണ്ട് ആ സ്ഥിതിയെ ലക്ഷ്യമാക്കി പ്രസരിക്കാൻ കുണ്ടലിനിയോട് ആവശ്യപ്പെടുന്നത്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.